വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ. ഞാൻ യൂഷ്വലി വീഡിയോ ചെയ്യുമ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്നൊരു സാധനം മിസ്സിംഗ് ഇല്ലേ, അപ്പം ഡെയിലി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്പീക്കർ ഉണ്ടാവാറുണ്ട്. അത് മാർഷലിൻ്റെ സ്പീക്കറാണ്. ഏതാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാം. സോ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. എനിക്ക് കുറേ പേരായിട്ട് ചോദിക്കുന്നുണ്ട് അത് ഏത് മോഡലാണ്, മോഡൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരുമോ, യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാർഷലിന്റെ സ്പീക്കറിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും മാർഷൽ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ബ്രാൻഡ് സ്പീക്കറാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച എൻ്റെ കയ്യിലുള്ള ഈ സ്പീക്കർ എന്ന് പറഞ്ഞാൽ മാർഷലിന്റെ എംബർട്ടൺ 2 ആണ്. ഇത് 2022 റിലീസ് ആയിട്ടുള്ള ഒരു സ്പീക്കറാണ്. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ മാർഷലിന്റെ സ്പീക്കർ ഇപ്പം ഞാൻ താഴേക്കെ ഇപ്പം മാർഷലിന്റെ സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാം മൈൻഡിൽ പോകുന്ന മറ്റേ പെട്ടി പോലത്തെ സ്പീക്കറാണ്. സോ എനിക്കും അങ്ങനത്തെ സ്പീക്കർ തന്നെയായിരുന്നു ഇഷ്ടം. എസ്പെഷ്യലി നമ്മുടെ വിക്രത്തിൽ റോളക്സ് കൊണ്ട് നടക്കുന്ന സ്പീക്കർ ഉണ്ടല്ലോ. സോ അത് കിൽബേൺ 2 ആണ് കേട്ടോ ആ സ്പീക്കർ, റോളക്സിന്റെ കയ്യിലുള്ള സ്പീക്കർ. സോ ഞാനും ആ സ്പീക്കർ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ മാർഷലിന്റെ അടുത്തൊരു ആരാധന വന്നത് തന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് കണ്ടിട്ടാണ്. അപ്പൊ ഞാൻ കിൽബേൺ എടുക്കാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ 2018 റിലീസ്ഡ് ആണ്. അപ്പം കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി അത് ഓൾറെഡി. അപ്പം അതിന്റെ പ്രൈസ് വരുന്നത് 30,000 സംതിങ് ആണ്. അപ്പം അത്രയും പ്രൈസ് കൊടുത്തിട്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങണ്ടല്ലോ കൊടുത്തിട്ടാണ് ഞാൻ വേറെ തപ്പിയത്. പിന്നെന്ന് പറഞ്ഞാൽ മാർഷലിന്റെ വേറെ സ്പീക്കേഴ്സ് ആക്ടൻ 2, ആക്ടൻ 3 എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ബ്ലൂടൂത്ത് അല്ല, വയേർഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സാണ്. അപ്പോൾ വയേർഡ് സ്പീക്കേഴ്സ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല, ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവരാണ് പറഞ്ഞത് എംബർട്ടൺ 2 2022 റിലീസ് ആയിട്ടുള്ള സ്പീക്കറാണ് എംബർട്ടൺ 2. എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ സ്പീക്കർ. സോ അത് നല്ലൊരു സ്പീക്കറാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് റിവ്യൂസ് എടുത്തെങ്കിൽ എനിക്ക് അതൊന്ന് പോയി അതിൻ്റെ ഒന്ന് പോയി അത് ടെസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എറണാകുളത്ത് ക്രോമയിൽ പോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അത്രയും നമ്മുടെ കിൽബേൺ 2ൻ്റെ അത്രയും വോട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും എനിക്കെന്ന് പറഞ്ഞാൽ മാർഷൽ സ്പീക്കർ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഓക്കെ ആയിട്ടുള്ളൊരു സ്പീക്കറായിരുന്നു എംബർട്ടൺ 2. അപ്പം ഇതാണ് എംബർട്ടൺ 2. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. വാങ്ങിച്ചപ്പോൾ എനിക്ക് അപ്പം തന്നെ പൊട്ടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സാവകാശമൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അൺബോക്സ് ചെയ്തത്. അപ്പം അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഭയങ്കര ക്ലിയർ ഒന്നും ആയിരിക്കില്ല. പിന്നെ എനിക്ക് ഈ വീഡിയോ അധികം ലെങ്തി ആക്കാൻ എനിക്ക് താല്പര്യമാണ്. ഞാൻ സൈഡിൽ തന്നെ കൊടുത്തേക്കാം അൺബോക്സിങ് വീഡിയോ. എംബർട്ടൺ 2 ഹാൻഡി ആണ്, പോർട്ടബിൾ ആണ്, ബ്ലൂടൂത്ത് ഉള്ള ഒരു സ്പീക്കറാണ്. അപ്പോൾ മാർഷൽ സ്പീക്കേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു 9,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മുടെ എംബർട്ടൺ 2-ന് 19,000 ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ വേറെ കുറേ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ഇമാജിനിൽ ഇരിക്കുന്ന ലുലു കണക്റ്റോ എവിടെയൊക്കെയോ ഞാൻ ചോദിച്ചപ്പോഴും ഇമാജിനിൽ ഇരിക്കുന്ന 17,000 സംതിങ്ങിന് തരാമെന്ന് പറഞ്ഞു. വേറെ അവിടെ ബാക്കി എല്ലായിടത്തും റേഞ്ച് കൂടുതൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ക്രോമയിലാണ് എനിക്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ ഒരു 14,000 സംതിങ്ങിന് തരാമെന്ന് പറഞ്ഞിരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ക്രോമയിൽ നിന്ന് വാങ്ങി. ഞാൻ ക്രോമയിൽ ഇത് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കാൻ പോയ ദിവസം ഞാൻ ഈ സെയിം സമയത്ത് തന്നെ റിലീസായിട്ടുള്ള മിഡിൽട്ടണും ഉണ്ടായിരുന്നു. സോ അപ്പം ഞാൻ രണ്ടും കേട്ടു. മിഡിൽട്ടണും കൊള്ളാം, പക്ഷേ റേഞ്ച് കുറച്ച് കൂടുതൽ 30,000 ആവും. അപ്പം എനിക്ക് അധികം യൂസ് ഒന്നുമില്ല. അപ്പം എൻ്റെ യൂസിന് ഈ ഒരു റേഞ്ചിലുള്ള ഒരു മാർഷൽ സ്പീക്കർ മതിയായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ എംബർട്ടൺ എടുത്തത്. എംബർട്ടണും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കിടിലൻ സ്പീക്കറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. 3 hours ചാർജിങ്ങിൽ നമുക്ക് എനിക്കൊന്നൊരു 1 day വിത്തൗട്ട് ചാർജിങ് നന്നായിട്ട് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് വേറെ പ്രത്യേകത തോന്നിയത് C ടൈപ്പ് ചാർജിങ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതൊക്കെ ഒരു ടെക്നിക്കൽ റിവ്യൂ ആയിട്ട് കാണാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ കൗതുകം ഞാൻ പറയാൻ പറ്റും. ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഈ ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംഭവമില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. സെൻറ്ററിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. കണ്ട എനിക്കിതൊക്കെ കേട്ടോ കൗതുകം ഇതിനകത്ത്. പിന്നെ ഇതാണ് കീ. ഇതിൽ തന്നെയാണ് നമ്മുടെ ഫോർവേഡ്, ബാക്ക്വേർഡ്, പ്ലസ് മൈനസ്, വോയിസ് അപ്പും ഡൗണും ഒക്കെ വരുന്നത് ഇവിടെ തന്നെയാണ്, ഈ ഒരു ബട്ടൺ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻ ഞാൻ സൈഡിൽ എവിടെയെങ്കിലും PIP ആയിട്ട് കൊടുക്കാൻ കേട്ടോ. കാരണം എനിക്ക് ഒത്തിരി ആയിട്ട് ടെക്നിക്കലി എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പം നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു. ബ്ലൂടൂത്ത് ആണ്, C ടൈപ്പ് ചാർജിങ് ആണ് വരുന്നത്. പിന്നെ അത് സ്റ്റാക്ക് മോഡ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ വേറൊരു സ്പീക്കർ വെച്ച് കണക്ട് ചെയ്ത് 40 watt ഒരു സ്പീക്കറാവും. സോ അങ്ങനെ അതിനാണ് തോന്നുന്നു സ്റ്റാക്ക് മോഡ് എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറയാൻ ട്രോളാതെ താഴെ എനിക്ക് പറഞ്ഞുതരാം. കാരണം ഞാൻ എത്ര വലിയ വിവരമൊന്നും എനിക്കില്ല. പിന്നെന്താ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ എല്ലാം പറഞ്ഞു. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഒരു കുട്ടി റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ റിവ്യൂ. അല്ലാണ്ട് ഞാൻ വലിയ റിവ്യൂവർ ഒന്നും അല്ല. ഇങ്ങനത്തെ ഗാഡ്ജറ്റ്സിൻ്റെ ഒന്നും വലിയ റിവ്യൂവർ അല്ല.
പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് മെയിൽ ഓഡിയൻസ് കുറച്ച് പേരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പം അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.